മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് കൊച്ചിയിൽ ഇൻഫോ പാർക്കിലെ ട്വിൻ ടവറിന്റെ ഉദ്ഘാടനം. അനുമതിയോടെ ഈ ട്വിൻ ടവറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഇവിടെ പറഞ്ഞു 1500 കോടിയിലേറെ രൂപ മുതൽ മുടക്കിയാണ് ഈ ട്വിൻ IT സമുച്ചയം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 30,000-ലേറെ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ യാഥാർത്ഥ്യമാക്കാനും കഴിയും. 30 നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരു സ്ഥാപനമാണിത്. 25 ലക്ഷം ചതുരശ്രയടി IT കമ്പനികൾക്ക് മാത്രമായുള്ള ഓഫീസ് സ്പേസ് ആയിട്ടാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന MA യൂസഫ് അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ലോകത്തിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡ് നെയിമാണ് ലുലു എന്നത്. ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ യൂസഫ് അലി നമ്മുടെ നാടിനാകെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. കേരളീയർക്കാകെ അഭിമാനകരമായി ലോകത്താകെ വളർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ. പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ അതിയായ സന്തോഷമാണുള്ളത്. വൈവിധ്യമാർന്ന വ്യവസായ സംരംഭങ്ങളാണ് മറ്റു പലരിൽ നിന്നും ശ്രീ യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് ട്രിക്ക് ഇവിടെ പറഞ്ഞല്ലോ, ആ കാപ്പിക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സ്വീകരിച്ച രീതി. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളുടെ ഒരാഗോള വ്യവസായ ശൃംഖലയാണ് നമ്മൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച ദൃശ്യത്തിലൂടെ കണ്ടത്. ലുലു ഗ്രൂപ്പിൽ 1,00,000-ഓളം തൊഴിലാളികൾ ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ജോലി ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് ലുലുവിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ത്യയിലെയും ഗൾഫിലെയും നിരവധി സാമൂഹിക ജീവകാരുണ്യ മാനവിക പ്രവർത്തനങ്ങളിൽ ശ്രീ യൂസഫ് അലി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. സാമുദായികമായ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം എന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്.